മച്ചാനത് കല്യാണ വീട് പോയിട്ട് ഒരുമാതിരി മരണ വീടിന്റെ ലുക്കാണല്ല. അതെ, കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലാ, അതോട് വീടിന് വലിയ സീനൊന്നുമില്ല ടാ അല്ലേ. സംസാരിച്ചിരുന്ന സമയം കളയാണ്ട് പോയി കോളിമേലടാ. നമ്മളിപ്പോ വന്നിട്ട് സ്വർഗത്തിലെ കട്ടുണ്ടാവോ? അവന്റെ ഒടുക്കത്തൊരു കൂതറ ഫിലോസഫി ആയിട്ട് വന്നിരിക്കണ്. നീ അടിക്കടാ, ഒരു കുഴപ്പമില്ല. അടിക്കട്ടെ. ആര്? എന്നെ കോളിമേൽ അടിക്കട്ടെ. നീ അടിച്ചടാ, നിർത്താതെ അടിച്ചോ. പാതിരാത്രി വീട്ടിൽ കയറി വന്നിട്ടുണ്ടോ കോളിംബെൽ അടിച്ചു ഓടിക്കുന്നത്? ഈ ആദ്യത്തെ പിപ്പിയുടെ ഭാര്യ വീടല്ലേ? ഓ, എന്താണ് മച്ചാൻ ഒരുമാതിരി LKG പിള്ളേര് ടീച്ചറെ ആദ്യം വിളിക്കണ മാതിരി ഇങ്ങനെ വെച്ചാൽ എനിക്ക് മനസ്സിലാവോ? ഇന്നൊരു കാര്യം ചെയ്യാം, ഏട്ടനോട് തന്നെ വട്ടപ്പേര് വയ്ക്കാം. എടാ, പാതിരാത്രി ഒരാളെ വീട്ടിൽ വന്നിട്ടാണോ വട്ടപ്പേര് വയ്ക്കുന്നത്? നീ അവിടെ ഞാൻ ചോദിച്ചോളാം. ചേട്ടാ, ഇന്ന് കല്യാണം കഴിഞ്ഞ ആദ്യത്തിന്റെ ഭാര്യ വീടല്ലേ? ഇത് കറക്റ്റാണ്. ഇങ്ങനെ ചോദിച്ചാൽ മതി അല്ലേ? അടിപൊളിയാണ്. ഇങ്ങനെ മനസ്സിലായി അല്ലേ? ഒന്ന് വിളിക്കോ? അതെ, ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് യോയോസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആര്? പാതിരാത്രിയിൽ മനുഷ്യനെ മെനക്കെടുത്ത വേണ്ടി ഓരോന്നും വന്ന് മോനെ ആദി, നിന്റെ കുറച്ച് യോയോ ടീം പുറത്തു വന്ന് നിൽപ്പുണ്ട്. നീ ഒന്നാണ്ട് ചെല്ല്. ഒന്ന് പിടിക്കൂ. വരട്ടെ, കുറച്ച് കള്ളൻ കാണിച്ചു കൊടുക്കാം. വരട്ടെ. എന്തിനാ വെറുതെ ഒരു രസം? എടാ, നിങ്ങളല്ലേ കല്യാണത്തിന് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു, പിന്നെ ഈ നേരത്തെ എന്തിനാ കെട്ടിയെടുത്തത്? നിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതാടാ മച്ചാരെ നമ്മുടെ സ്നേഹം. കണ്ട് പടിയടാ അളിയ, കാര്യപരിപാടി ഒന്നും കേട്ടില്ലല്ലോ. അല്ലെങ്കിലും എല്ലാ തെണ്ടികളും പറയും മച്ചാരെ നമുക്ക് ഒടുക്കത്തെ ടൈമിംഗ് ആണെന്ന്. അല്ലെങ്കിലും വരാൻ വെച്ച വഴി തങ്ങില്ലല്ലോ. ഓ, വഴി തങ്ങി ഞങ്ങൾ എങ്ങനെ വരാനാ? എങ്ങനെയുണ്ട് കോമഡി? ഒന്നും മതിയാക്കടാ. വേണ്ടായിരുന്നു. ഒന്നിട്ട് വേഗം. എടാ, ഞാനേ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഇതെന്റെ വൈഫിന്റെ അച്ഛനാ, റിട്ടയർഡ് ക്യാപ്റ്റനാ. എന്തിന്റെ ക്യാപ്റ്റൻ? എടാ, പട്ടാളം. ഞാനൊരു നിമിഷം അതിർത്തിയിലാണെന്ന് ചിന്തിച്ചു പോയി. അച്ഛൻ പട്ടാളത്തിനാണല്ലേ, അപ്പൊ ഈ വെടിക്കഥകളൊക്കെ കാണുമല്ലോ. ഇവനാണെങ്കിൽ വെടിക്കഥ കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്. സത്യം അല്ലടാ? അല്ലേ അച്ഛാ, അത് ഇവരുദ്ദേശിച്ചത് യുദ്ധാണ്, യുദ്ധം. തോക്കേറ്റൊക്കെ ഞാനേ ലേശം ടയർഡാ, ഒന്ന് പോയി കിടന്നോട്ടെ. അതിർത്തിയിൽ നിന്നൊന്നും മാറി നിൽക്കൂ. പോട്ടെ പോട്ടെ. പ്രശ്നോ? അതെ, ഒരു മിനിറ്റ്. എന്താടാ? അതെ, എത്ര നേരടാ ഞങ്ങൾ വന്നിട്ട്? അന്റെ ബോയിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടോ. അവള് ഉറങ്ങിയടാ. അച്ഛൻ പറഞ്ഞാലും ഉറങ്ങില്ലാന്ന്. ഈ തന്തപ്പടിന്റെ പോകാണ്ടിട്ട് അടങ്ങുള്ളൂ. വിളിക്കാം. വിളിക്ക്. റുക്കു. എന്താടാ? എന്താണ് മച്ചാൻ ഒരുമാതിരി പീസ് പടത്തിലെ നായികമാരുടെ പേര് പോലെ? പോതരാക്കി കയറുന്ന പണി തരാൻ നിർത്ത്. അളിയോ, ഇതൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഇത് കളിക്കളം, പടക്കളം, ഇത് കളിക്കളം, പോരാട്ടമാരംഭമാ. പടക്കളം, ഇത് കളിക്കളം, പടക്കളം. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തടാ. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തിക്കോളാം. ഞാൻ ആൽവിൻ ഫെർണാണ്ടസ്. കോപ്പ് ഫെർണാണ്ടസ്. ഇവന് ശരിക്കുള്ള പേര് അലവീന. ഇവന്റെ പേര് ചിരിച്ചു ചാവും. അതെന്താ ശശാങ്കൻ? എന്താ കുഴപ്പം? അത് ഇവന്റെ സ്കൂളിൽ വിളിക്കണ പേര്. ഇവന്റെ ശരിക്കും പേര് ശശി എന്നാണ്. ചില ആൾക്കാർ അങ്ങനെ വിളിക്കും. പിന്നെ ഇത് ക്രിസ്റ്റി, ഇത് ബാദുഷ. ചേട്ടാ, ഇവർക്ക് ചായ എടുക്കട്ടെ? അയ്യോ, ചായന്റെ കാര്യം പറഞ്ഞപ്പോൾ വിശന്നിട്ട് വയ്യ. പിന്നെ മോളെ, എല്ലാ കല്യാണ വീടും പോലെ അച്ചപ്പും കോലപ്പും മിച്ചറും നമുക്ക് വേണ്ട. അത് കഴിച്ചാലേ ഞങ്ങൾക്ക് വയറിളകും. അയ്യോ ചേട്ടാ, വേറെ ഒന്നുമില്ല ഇവർക്കൂടെ കൊടുക്കാൻ. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പുട്ട് മതി. നിനക്ക് കുഴപ്പമുണ്ടാ? എന്ത് കുഴപ്പം? പുട്ടടിപൊളിയല്ലേ? അത് മതി, നന്നാവും. പുട്ടാ? പുട്ട് ഇത്രയും മൂന്നേ കുറ്റിയില് പൊടിയും തേങ്ങ ഇട്ട് സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം പുട്ട്. ഓ, പുട്ട്. ഓ, പുട്ടല്ല, പുട്ട്. പറഞ്ഞു മനസ്സിലായിടാ കള്ളാ. ചേട്ടാ, തേങ്ങ പൊളിക്കണം. പൊളിക്കണ കാര്യത്തിലും ബെസ്റ്റ് അല്ലേ? കുട്ടിക്ക് അറിയില്ലേ? എടാ, അവൾക്ക് എങ്ങനെ അറിയാനാണ്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കുട്ടിക്കറിയോ എന്ത്? തേങ്ങ വിളിക്കാൻ? തേങ്ങ
ഫുഡ് അടിപൊളിയാട്ടാ. ഉം. അയ്യോ എന്ത് പറ്റി ചേട്ടാ? ഞാൻ ഈ ഓവർ ടേസ്റ്റിലെ ഫുഡ് കഴിച്ചാലേ അപ്പം വൊമിറ്റ് ചെയ്യും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താളിയാ? എന്റെ അമ്മ. അതെ, ഒരു കാര്യം ചെയ്തോ, അവിടെയുള്ള ബാക്കിയുള്ള പുട്ടൊക്കെ പൊഞ്ഞെടുത്തോട്ടെ പെങ്ങളെ. അയ്യോ ശരിക്കും ഇഷ്ടായിട്ടാ? ആ ശരിക്കും ഇഷ്ടായി, അല്ലാണ്ട് അവൻ പറയില്ലല്ലോ. ശരിക്കും ഇഷ്ടമായി മോളു. ചെല്ല് കംപ്ലീറ്റ് എടുക്കണേ, മറക്കരുത്. മുഴുവൻ എടുത്തോ. ഡാ, നീ എന്തിനു മുഴുവൻ പൊതിയാൻ പറഞ്ഞു? അതെ, പോകുന്ന പോക്കിലേ നായനറിയാനാ. എന്തേ ഇതെന്ത് കൂറ ഫുഡാണ് മച്ചാനത്? നിനക്ക് അങ്ങനെ വേണോടാ? പണ്ടെങ്ങാണ്ട് നീ വല്ലവരോടും ചെയ്തേനെ ദയവായിട്ട് തന്ന ശിക്ഷ നിനക്കിപ്പോ എന്താണത്? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ എങ്കിലും കമ്മിറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഇതെന്താണ്? പുട്ട്. ഓ, പുട്ടാണല്ലോ അല്ലേ? സന്തോഷം. നന്നായിട്ട് ഇത് കൊടുക്കടാ. ദാ, ഇത് പിടിച്ചോ. ഇതെന്താ അത്? ഗുളികയാ, അവനുള്ളതാ. എന്താ ഏട്ടാ ഏട്ടനാ സുഖം? എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ട് ഏട്ടാ? എന്റെ മോളെ ഇവിടെ ഇങ്ങനെ കരയാനും ബഹളം വെക്കാനും മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതെന്താ സംഭവം അറിയോ? ഇവൻ രാത്രി കിടന്നു വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു സ്കിഡ് വിടാണ്ട് മൂക്കിന്റെ ചേറ്റോ പല അടിച്ചു പോണ സാധനമാണ്. അതുകൊണ്ട് ഇത് വയറിളക്കത്തിനുള്ള ഗുളികയാണ്. മോളത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ചാലിച്ചു കൊടുക്കണോട്ടാ, മോളുടെ സേഫ്റ്റിക്കാണ്. അല്ലടാ? മതി മതി, നീ കയറി പോയ. ശരി എന്നിട്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. സമാധാനായല്ലോ. എന്തേ അവളെ മുമ്പിൽ എന്നെ നടിച്ചപ്പോ ഇതൊക്കെ സമാധാനായല്ലോ. തമാശയിലാണ്. നീ കല്യാണം കഴിഞ്ഞപ്പോ ഇങ്ങനെ സീരിയസ് അല്ല. അപ്പൊ ഓക്കെടാ, ശരി 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 ശരി, ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാണ്ട്. എന്താടാ? ഇതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നോടും നിന്റെ വൈഫിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെമ്മാടിത്തരായി പോവും. എടാ, നീ എന്താന്ന് വെച്ചൊന്ന് പറ ഈ പാതിരക്ക് വന്നിട്ട്. നിനക്കൊരു ലവർ ഉണ്ടായിരുന്നില്ലേ, സ്വാതി? ആ അവള് ആത്മഹത്യ തളിയാ. ഡാ മതി മതി മതി, പോയിക്കോ പോയിക്കോ, പോ. ഞാൻ പറഞ്ഞത് കളവല്ല, നീ അവനോട് ചോദിച്ചു നോക്ക്. ഡാ, ശരിയാണ്ടാ? ആടാ, അവൻ പറഞ്ഞ സത്യടാ. ശരിയാ, സത്യം. കല്യാണക്കാരി അറിഞ്ഞോ? പേരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? നിന്റെ കല്യാണം അറിഞ്ഞിട്ടില്ല, നിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുള്ള എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അവൾക്ക് എഡിച്ചായിരുന്നു. എന്നാലും ഇച്ചിരി കൂടുതലല്ല. എന്തുകൂടി പോയി? ഒരു ബേച്ച് ഫുള്ളായിട്ട് ഒരുമിച്ച് താമസിച്ചിട്ട് അവസാനം ഒരു പെണ്ണിന്റെ അടുത്ത് നിന്നുള്ള സുഖം കംപ്ലീറ്റ് അനുഭവിച്ചറിഞ്ഞിട്ട് അവളെ തേച്ചിട്ട് അവനങ്ങനെ ഇന്നത്തെ ദിവസം കല്യാണം കഴിച്ച് സുഖിക്കണ്ട. നീ വണ്ടി വിടറാ.